കണ്ണനുണ്ടാമവലറ എണ്ണീവുണ്ടാമവനില എണ്ടും വണ്ടും ഉള്ളവനാകും ഞണ്ടും കിളിപ്പൂമേൽ പുഷ്കരമാകെ ചമയുവാൻ വൈത്തവൻ തേനുറ്റുരവാൻ വെട്ടറ സോൾ ഞാനുണ്ടും. എന്നാൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കാനേ ഒരു പണിയില്ല. ഒരു മിനിറ്റും പിന്നെ ഒരു 40 സെക്കൻഡും 1.5 മിനിറ്റ് കുഞ്ഞു കയറിയ കൂട്ടിക്കോളൂ. 1.5 മിനിറ്റിലേക്ക് 2 മിനിറ്റ് കൂട്ടിക്കോളൂ. അത്രയൊന്നും ആവശ്യമില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ്, വെറും 2 മിനിറ്റ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ സ്വർഗത്തിലൊരു കൊട്ടാരം, സ്വർഗത്തിൽ നല്ല മനോഹരമായ ഒരു കൊട്ടാരം. 2 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്. എന്നെ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു 11 തവണ ഓതിയാൽ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ സ്വർഗത്തിൽ ഒരു മണിമന്ദിരം കിട്ടുമെന്നാണ്. പടച്ചോനെ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ഉസ്താദേ എല്ലാ ദിവസവും ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും നിങ്ങൾക്ക് കൊട്ടാരമുണ്ടാക്കാം. നാളെ പരലോകത്തെത്തിയാൽ പരിശുദ്ധ ഖുർആനിൽ നിങ്ങളെ നിഴൽ പറയുന്നുണ്ട്, നിങ്ങളെ തണൽ മരം പറയുന്നുണ്ട്. ആ തണൽ മരം പറഞ്ഞെടുത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, 1000 വർഷം നിങ്ങൾ ഇങ്ങനെ നടന്നു നീങ്ങിയാലും നിങ്ങൾക്കുള്ള തണൽ മരം അസ്തമിക്കുകയില്ല. 1000 വർഷം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ 50,000 വർഷത്തെ വഴിദൂരമാണ് അവിടുത്തെ ഒരു ദിവസം. 50,000 വർഷത്തെ വഴിദൂരം ഒരു ദിവസത്തിന്. അങ്ങനെ 1000 വർഷം നിങ്ങൾ എങ്ങനെ നടന്നാലും എന്റെ മുഅ്മിനീങ്ങളെ ആ തണൽ മരം മുറിച്ചു കളയാൻ സാധ്യമല്ല എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങളെ കൊട്ടാരങ്ങൾ, ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ നിർമ്മിക്കാൻ കല്ലിന് ആവശ്യമില്ല, കല്ലിന് ആവശ്യമില്ല, മെറ്റൽ ആവശ്യമില്ല, കമ്പി ആവശ്യമില്ല, സിമെന്റ് ആവശ്യമില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഒരു 11 പ്രാവശ്യം നിങ്ങളങ്ങ് ഓതിയാൽ, നിങ്ങളങ്ങ് ചൊല്ലിയാൽ എൻ്റെ മുഅ്മിനീങ്ങളെ നാളെ നല്ല ഒരു കൊട്ടാരം, എല്ലാ ദിവസവും കൊട്ടാരം ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 തവണ പറഞ്ഞ് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് ഒരു 3 തവണ പറഞ്ഞിട്ട് ലൗ അൻസൽന അങ്ങ് ഓതിയാൽ വൈകുന്നേര സമയം വരെ 70,000 മാലാഖമാരാണ് നമ്മളെ പാപം പൊറുക്കാൻ, നമ്മളെ ദോഷം പൊറുക്കാൻ എന്റെ മുഅ്മിനീങ്ങളെ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നത് 70,000 മാലാഖമാരാണ്. വലിയ പണിയൊന്നുമില്ല. രാവിലെ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ഒരു 3 തവണ പറഞ്ഞിട്ട് ലവൻസല്ലങ്ങ് ഓതിയാൽ 70,000 മാലാഖമാർ വൈകുന്നേര സമയം വരെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. മഗ്‌രിബിന്റെ ശേഷം വൈകുന്നേര സമയമായാൽ ഇതുപോലെ ആവർത്തിച്ചാൽ പ്രഭാത സമയം വരെ 70,000 മാലാഖമാരാണ് എന്നെ മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. പരിശുദ്ധ ഹബീബ്, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഗൗരവം മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഇതെന്തിനാണ്? നമ്മളെ ദോഷം പൊറുക്കണം, സ്വാലിഹീങ്ങളെ കൂട്ടത്തിലേക്ക് നമ്മൾ ചേരണം. 70,000 മലക്കുകൾ വൈകുന്നേരം മുതൽ നേരം പൊളുക്കോളം പൊറുക്കലിനെ തേടാൻ. എല്ലാ ദിവസവും ഒരു യാസീൻ ഓതിയാൽ അവനെ പറ്റി പറയൂ, നേരം പുലർന്നാൽ അവന്റെ എല്ലാ ദോഷം പുറത്തവനായിട്ടല്ലാതെ അവൻ എണീക്കുകയില്ല എന്ന് സൂറത്ത് യാസീനിന്റെ പ്രത്യേകത പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു യാസീൻ ഓതിയാൽ മഗ്ഫൂറൻ ലഹു എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവനായിട്ട് ഓന് രാവിലെ എണീക്കൊള്ളൂ, ദോഷമൊക്കെ പുറത്തിട്ടുണ്ടാകും. തസ്ബീഹ് ചൊല്ലിയാൽ നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ മുഅ്മിനീങ്ങളെ തുലാസിൽ കനം തൂങ്ങുന്ന വല്ലാത്ത മഹത്വമുള്ള തസ്ബീഹ് അല്ലാഹുവിന്റെ നാമം പറഞ്ഞാൽ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, നിങ്ങൾ അല്ലാഹുവിന്റെ നാമം വാഴ്ത്തിക്കോ എന്ന്
വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. രാവിലെ ഒരു 100 തവണ പറഞ്ഞാൽ, വൈകുന്നേരം ഒരു 100 തവണ പറഞ്ഞാൽ, എൻ്റെ മുഅ്മിനീങ്ങളെ, നാളെ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് അത് തസ്ബീഹാണ്. നാവിന് കനം കുറഞ്ഞതാണ്, തുലാസിൽ കനം കൂടുന്നതാണ്. നാവിന് വല്ലാതെ കനം കുറഞ്ഞതും തുലാസിൽ കനം കൂടുന്നതും രണ്ട് വാക്യത്തെ പറ്റി പറഞ്ഞത് അത് സുബ്ഹാനല്ലാഹ്. ഒരു പണിയില്ല. കുത്തുബിയത്തൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഉസ്താദുമാര്? അഷ്തസ്ലഹൂഷ് വഹമർ വശൗആൽ വകഷ്കശ്ലൈ ഊഷ് ബർകാൻ വഹദലയാജ് വനജ്ഹലസ്തൂസ് മൈമൂൻ സന്നിക് ശതൽത തഷ്കൂഷ്. എന്ത് പ്രയാസമുണ്ട് അല്ലേ? ഹഷ്കശ്ലൈ ഹൂഷ് വഹമർ വശൗആൽ ഇതൊക്കെ പറയാൻ കുറച്ച് പണിയുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ. ഇനി ബദറെടുത്തോക്കാം നിങ്ങൾ. ചേരൊരിറ്റിരി തത്തിരിറ്റിരി വെളിക്കുശളാൽ പെരുവിളി ചെണ്ടടണ്ടട ഒറ്റടൊണ്ടൊടു ഡുണ്ടുമുട്ടുകളാൽ. ഇത് പ്രയാസാണ്. നമ്മളൊന്ന് പാടിക്കാണി. ചേലൊരിറ്റിരി തത്തിരിറ്റിരി വെളിക്കുശളാൽ പെരുവിളി ചെണ്ടടണ്ടട ഒറ്റടൊണ്ടൊടു ഡുണ്ടുമുട്ടുകളാൽ. പഴയ കാലത്ത് ആളുകൾ പറയലുണ്ടേ, മാനസിക രോഗം ഇല്ലാത്ത കാലത്ത് പഠിച്ചാലേ മാനസിക ഉണ്ടാവും പാടാൻ പറ്റുള്ളൂ. അപ്പം ഇല്ലാത്ത സമയത്ത് പഠിച്ചേക്കണം. കണ്ണനുണ്ടാമ പുലറ എണ്ണി ഉണ്ടാമ നില എണ്ടും വണ്ടും ഉള്ളവനാകും ഞണ്ടും കിളിപ്പൂമേൽ പുഷ്കരമാകെ ചമയുവാൻ വൈത്തവൻ തേനുറ്റുരവാൻ വെട്ടറ സോൾ ഞാനെണ്ടും പണ്ടും പണ്ടേ കാനോട് ഞണ്ടും കൊണ്ടേ മാർഗം തുണ്ടും പണ്ടേ ഈ വഴി സാരം ഞണ്ടും പാരം മോളിൻ ദീവയാൽ ആകിൽകളെ പാടെ മാറിത്തു കൊണ്ടോ പാരം മോളിൻ ദീവയാൽ ആകിൽകളെ പാടെ മാറിത്തു കൊണ്ടോ. കണ്ടനുണ്ടാമോ എണ്ടി ഉണ്ടാമോ നില. എന്തിനപ്പം ഞാൻ അത് പഠനമെന്നറിയോ? എത്ര പ്രയാസം. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പറയാനൊരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. എന്നാൽ നാളെ പരലോകത്തെത്തിയാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, നാളെ പരലോകത്ത് നമ്മളെ തുലാസ് കൂടുതൽ കരന്തൂങ്ങുന്ന അല്ലാഹുവിൻ്റെ റസൂൽ വല്ലാതെ ഇഷ്ടം പറഞ്ഞ, വല്ലാത്ത മഹത്വം പറഞ്ഞിട്ടുള്ള തസ്ബീഹുകളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മളറിയാതെ നമ്മളെ പാപങ്ങൾ ഇങ്ങനെ പുറത്തിട്ട്, നമ്മുടെ ദോഷം ഇങ്ങനെ പുറത്തിട്ട് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ കൂടാൻ, മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ചേരാൻ എൻ്റെ മുഅ്മിനീങ്ങളെ സാധ്യമാണ്. നമ്മളെ വീട്ടിൽ ബൾബ് എത്തൂലേ? ബൾബിലെ കറണ്ട്, ആ കറണ്ടിൻ്റെ ചില സമയത്ത് ആ കറണ്ടിൻ്റെ വെളിച്ചം അതിന് വോൾട്ടേജ് കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? കറണ്ടിൻ്റെ വോൾട്ടേജ് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? മിക്സി അരയിടുക, വാഷ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റൂല, മോട്ടർ അടിക്കാൻ പറ്റൂല, അല്ലേ? വെള്ളം ഉപയോഗിക്കാൻ അതിനൊന്നും പറ്റൂല. എന്നാൽ ചില ബൾബ് കത്തും, ചില ബൾബും കത്തൂല. നല്ല വോൾട്ടേജ് ഉണ്ടെങ്കിലോ ഇതൊക്കെ നടക്കും. നല്ല വോൾട്ടേജ് ഉണ്ടെങ്കിൽ വാഷ് മെഷീൻ നടക്കും, മോട്ടർ അടിക്കാൻ പറ്റും, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ എല്ലാ ലൈറ്റും കത്തും. ഇതില്ലെങ്കിലോ? പേരിന് കറണ്ട് ഉണ്ട്, പേരിന് കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഇല്ല. ചില സംഗതികളൊന്നും വർക്കാവൂല, ചില സംഗതികൾ വർക്കാവൂല, വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടാണ്. എന്നതുപോലെ ഒരു അസ്ലിയായ ഒരു ഈമാൻ നമുക്കൊക്കെ ഉണ്ട്. സ്വർഗം കിട്ടും, ഉറപ്പാണ്, സംശയിക്കൊന്നും വേണ്ട. സ്വർഗം അല്ലാഹു തരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിച്ച് ശിക്ഷയുടെ കാലാവധി തീർന്നതിന് ശേഷം സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് പ്രശ്നം. അല്ലാഹു സ്വർഗമൊക്കെ തരും,
ജഹന്നം എന്ന് പറയുന്ന നരകമെന്റെ മുഅ്മിനീങ്ങളെ നമുക്കുള്ളതാണ്. ജഹന്നം എന്ന് പറയുന്ന ആ നരകം മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ആരാണ് ആ മുഅ്മിൻ എന്നറിയുമോ? മറ്റാരുമല്ല, എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ കൂട്ടത്തിലുള്ള നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, സുഹൃതങ്ങൾ ചെയ്യുന്നവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവര് നരകത്തിൽ കടന്നു എന്നറിയുമോ? എവിടെയോ അള്ളാഹു പൊറുക്കാത്ത ഏതോ ഒരു പാപത്തിന്റെ അംശം എവിടെയോ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് അള്ളാഹു മാപ്പാക്കിയിട്ടില്ല. അള്ളാഹു മാപ്പ് നൽകാത്ത എവിടെയോ ഒരംശം മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് അള്ളാഹു പുറത്തു തന്നിട്ടില്ല. അത് പുറത്തു തരാത്ത കാലത്തോളം നരകത്തിൽ കടന്നിട്ട് ആ നരകത്തിലെ ശിക്ഷ അനുഭവിച്ച് ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടന്നു പോകൂ. അതുകൊണ്ടാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ ഓരോ തട്ടുകൾ പരിശുദ്ധ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവസാനം മുകളിൽ തട്ടെത്തിയപ്പോ, ഏറ്റവും മുകളിലത്തെ തട്ടെത്തിയപ്പോ അതിന്റെ പേര് പറഞ്ഞില്ല, അതിലാരാണെന്ന് പറഞ്ഞില്ല. ആ സമയത്താണ് പരിശുദ്ധ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, അല്ലയോ ജിബ്രീൽ, ഏറ്റവും മുകളിലത്തെ തട്ട് ആർക്ക് വേണ്ടിയാണ്? ആരാണ് ആ തട്ടിലുള്ളത്? ആരാണ് ആ മുകളിലത്തെ തട്ടിലുള്ളത്? ആ സമയത്തത് പറഞ്ഞു കൊടുക്കാതെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരുമേനിയോട് പറയുന്നു, റസൂലേ, എന്നോടത് ചോദിക്കരുത്, ഞാനത് പറയൂല, എന്നോട് നിർബന്ധിക്കരുത്. അവസാന പരിശുദ്ധ റസൂലുള്ളാഹിയുടെ വല്ലാത്ത നിർബന്ധത്തിന് വണങ്ങിയിട്ട് പറയുന്നു, മറ്റാരുമല്ല, മിൻ ഉമ്മത്തിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന മാതൂ ലം യതൂബു, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ജഹന്നം എന്ന് പറയുന്ന നരകമാണ്. അപ്പൊ ജഹന്നമിലുള്ളത് എന്റെ മുഅ്മിനീങ്ങളെ നമ്മളാണ്. അപ്പൊ ജഹന്നമിലും കടക്കാതെ, അതിൽ തൊടാതെ, നരകം തൊടാതെ സ്വർഗത്തിൽ പോകണോ? നരകം തൊടാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? ശത്രുക്കളെ കൂട്ടത്തിൽ പെടണ്ട, ശൈത്താൻ അടിമപ്പെടണ്ട. ശൈത്താൻ അടിമപ്പെട്ടാൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ശൈത്താൻ നിങ്ങൾ വഴിപ്പെടണ്ട. ശൈത്താൻ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അറിയാതെ ഓനക്ക് ഇങ്ങനെ വഴിപ്പെട്ടു പോയാൽ നാളെ പരലോകത്ത് ഇബ്ലീസിന് വേണ്ടിയിട്ട് തന്നെ നല്ല ഒരു സ്റ്റേജ് ഉണ്ടാക്കി, നല്ല മനോഹരമായ സ്റ്റേജ് ഉണ്ടാക്കിയിട്ട്, നല്ല ഒരു മിമ്പറയുണ്ടാക്കിയിട്ട് അവൻ്റെ ഒരു പ്രഭാഷണമുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങളെ, നരകാവകാശികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവനൊരു പ്രഭാഷണം നടത്തുന്നു. ആ പ്രഭാഷണത്തിന്റെ പൊരുൾ എന്തെന്നറിയുമോ? അവനെ പറയുന്നത് എന്തെന്നറിയുമോ? അല്ല സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ വഴി പിഴപ്പിച്ചതാണ്, ഞാൻ നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോയതാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ വഴിപ്പെട്ടത്, എനിക്കനുസരിച്ചത് എന്ന് ശൈത്താൻ ചോദിക്കുമ്പോ, ഇബ്ലീസ് ചോദിക്കുമ്പോ, എല്ലാവരും ഒന്നടങ്കം അവിടെ നിന്നുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന വല്ലാത്തൊരവസ്ഥ വരാനുണ്ട്. ഇവിടെയാണ് എൻ്റെ മുഅ്മിനേ, ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ ഓർക്കാൻ, മനസ്സറിഞ്ഞ് ദിക്ർ ചൊല്ലാൻ, മനസ്സറിഞ്ഞ് അല്ലാഹുവിനെ സ്മരിക്കുവാൻ എല്ലാ സമയങ്ങളും, രാത്രികളിൽ, പകലുകളിൽ, കിടക്കുമ്പോഴും നടക്കുമ്പോഴും, ഇരുത്തത്തിലും കെടുത്തത്തിലും അല്ലാഹുവിനെ ഓർക്കാത്ത ഒരു മേഖലയില്ല, എവിടെയില്ലല്ലോ. പള്ളിയിലാണ് കയറുമ്പോൾ ദിക്ർ ചെല്ലണം, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്ർ ചെല്ലണം, ബാത്റൂമിൽ പോകുമ്പോൾ ചെല്ലണം, പുറത്തിറങ്ങുമ്പോൾ ചെല്ലണം. എവിടെ വേണ്ടാത്തത്? പുതിയ വസ്ത്രം ധരിക്കുമ്പോഴും, ചെരുപ്പ് ധരിക്കുമ്പോഴും, കണ്ണാടി നോക്കുമ്പോഴും, ഇടിമിന്നുണ്ടാകുമ്പോഴും എല്ലാ സമയത്തും അല്ലാഹുവിനെ സ്മരിക്കാൻ. എന്തിനാ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഓർക്കണത്? എന്തിനാണ്? ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ മുട്ടി വളരെ പ്രയാസപ്പെട്ടും മൂത്രൊടിച്ച് കാഷ്ടിച്ച് പുറത്തിറങ്ങുമ്പോൾ ഫുറാനക്കൽ ഹംദുലില്ലാ എന്ന് പറയണത് എന്താണ്? പടച്ചോൻ എൻ്റെ ദോഷം പുറത്തുണ്ടാന്ന് പറയണത് എന്താണെന്നറിയോ? ചെയ്തു പോയ പണി തെറ്റായതുകൊണ്ടല്ല. ബാത്റൂം പോയത് തെറ്റാണോ? മൂത്രമൊഴിച്ചത് പ്രശ്നമാണോ? കാഷ്ടിച്ചത് പ്രശ്നമാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഉഫ്രാനൊക്കെ പറയുന്നത്? ഇവിടെയാണ് എൻ്റെ സഹോദര, ഞാൻ അല്ലാഹുവിനെ ഓർക്കേണ്ട, അല്ലാഹുവിനെ സ്മരിക്കേണ്ട അല്പസമയം ഇവിടെ ചെലവഴിച്ചല്ലോ.
പടച്ചോനെ വല്ല അപാകതകളും വന്നുപോയോ, വല്ല അപാകതകളും പെട്ടുപോയോ, പടച്ചോനെ എനിക്ക് മാപ്പാക്കണേ, എന്നോട് കരുണ ചെയ്യണേ എന്ന് അല്ലാഹുവോട് പറയുകയാണ്. അപ്പൊ നഷ്ടപ്പെട്ട സമയങ്ങളില്ല, ഒഴിവാക്കേണ്ട സമയങ്ങളില്ല. എല്ലാ സമയങ്ങളും നമ്മൾ ചികിത്സ നടത്തേണ്ടത് നമ്മുടെ ശരീരത്തിനല്ല. നല്ല പൗഡർ ഇട്ട് നല്ല കൺമഷി തേച്ച് പുതിയ തലമുറകളിൽ വേഷവിധാനങ്ങളൊക്കെ തോന്നിയ രൂപത്തിലാണ്. പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉഷാറുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ പെണ്ണുങ്ങളും ഞെരിയാണിന്റെ മുകളിലാണ്. ആണുങ്ങൾക്കുള്ള മസാല ഓര് പഠിച്ചു പോയിട്ടുണ്ട് ഞെരിയാണിന്റെ മുകളിൽ അല്ലേ? അവരെ വസ്ത്രങ്ങളൊക്കെ പാൻ്റൊക്കെ ഇട്ട് കുറച്ച് മുകളിലാണ്. പിന്നെ തോന്നിമാർക്ക് ഇതൊന്നും വയന്ന് പറയേണ്ട ഒരു സന്ദർഭത്തിലൊന്നുമല്ല നമ്മളുള്ളത്. അവിടെ നിന്നൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി സ്വന്തം ബോധവാന്മാരാവണം, സ്വന്തം തിരിച്ചറിയണം. പടച്ചോനെ, എന്നേക്കുമുള്ള ഒരു ജീവിതമുണ്ട്, എന്നേക്കുമുള്ള ഒരു യാത്രയുണ്ട്. ആ ചിന്തയിലേക്ക് നമ്മൾ എത്തിയാൽ, അല്ലാഹ് എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിയാൽ ഇന്നൊന്നും പ്രശ്നമല്ല. അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് ഒറ്റ തവണങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരുന്ന അള്ളാഹു ആ കൂട്ടത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മനസ്സറിഞ്ഞ് ഒറ്റ തവണ അള്ളാഹ് എന്ന് പറഞ്ഞാലും മതി, അള്ളാഹു സ്വർഗം തരും. മനസ്സറിഞ്ഞല്ലേ മതി. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മൂസ നബി, നിങ്ങൾ ദ്വാരക്കണം, എനിക്ക് നിങ്ങളെ കൂടുതൽ സ്വർഗം കിട്ടണം എന്ന് പറഞ്ഞു. നിങ്ങളൊപ്പം സ്വർഗത്ത് കിടക്കണം. ചില ആൾക്കാർ ആഗ്രഹം അങ്ങനെ ഉണ്ടാവുമല്ലോ, നിങ്ങളൊപ്പം തന്നെ അല്ലേ? നിങ്ങളെന്നാ ഉംറക്ക് പോവാ, അന്ന് ഞാൻ പോരും പറയും. നിങ്ങളെന്നാ ഏർവാടിക്കണം, അന്ന് പോരുന്നെന്ന് പറയും. അങ്ങനെ ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും, ഒപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ പലതിനും പല ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും. നിങ്ങളെന്താ കൊടുക്കുന്നത് അത് ഞാൻ, നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങളെ വാഹനത്തിൽ നിങ്ങളെ കൂടെ ഇരിക്കാനാണ് താല്പര്യം ഉണ്ടാകും. മൂസ നബിയോട് വന്ന് പറഞ്ഞു, മൂസ നബി നിങ്ങൾ ദ്വാരക്കണം, നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്ത് കിടക്കണം. ഈ മനുഷ്യരാണെങ്കിലോ സ്വർഗത്ത് കിടക്കാൻ വേണ്ടിയുള്ള ഒരു നന്മ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മൂസ നബി നന്നാക്കിയാണ് നന്നാക്കി ദ്വാരുന്നു മൂസ നബി. ആ ദ്വാ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ആ വന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരു പിടിമൃഗം വന്ന് ആ മനുഷ്യരെ അങ്ങ് പിടിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ആ മനുഷ്യൻ ലോകത്തോട് വിട പറയുകയാണ്. ആളുകൾക്കിടയിൽ ചർച്ചയായി. മൂസ നബിയോട് വന്ന ആളുകൾ പറഞ്ഞു, മൂസ നബി, നിങ്ങൾ ദ്വാ ചെയ്ത മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യർക്ക് നിങ്ങളെ കൂട്ടത് സ്വർഗത്തിൽ കിടക്കാൻ നിങ്ങൾ വല്ലാതെ ദ്വാ ചെയ്ത് കൊടുത്തല്ലോ. ആ മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നന്മ ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് ഇബാദത്തിന് അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചിട്ടുണ്ട്. കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ അയാൾക്ക് അവസരം കിട്ടിയിട്ടില്ല, അയാൾ മരിച്ചു പോയല്ലോ. മൂസ നബിക്കും വല്ലാത്ത സങ്കടമായി. കാരണം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരുന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടാതെ എൻ്റെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനക്ക് അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ. വല്ലാത്ത സങ്കടം, വല്ലാത്ത ടെൻഷൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരുന്നു, പിന്നെയും പടച്ചോനെ ഇതിൻ്റെ അവസ്ഥ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. ആ സമയത്താണ് മൂസ നബിയിലേക്ക് വിവരമെത്തുന്നു. മൂസ നബി, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ആ പോയ മനുഷ്യനുണ്ടല്ലോ അല്ലാ എന്ന് മനസ്സറിഞ്ഞിട്ട് അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂസ നബി. അതുകൊണ്ട് ആ മനുഷ്യനക്ക് ആ അല്ലാ എന്ന് പറഞ്ഞത് മാത്രമുണ്ടല്ലോ, അത് മാത്രം മതി നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാമെന്ന്. അത് കാരണമായി സ്വർഗത്തിൽ കടക്കാൻ ആ അല്ലാ എന്ന വാക്ക് മാത്രം മതിയായിട്ടുണ്ട് എന്ന് മൂസ നബിയോട് അല്ലാഹുവിന്റെ ഓർഡർ വരുമ്പോ എന്റെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാ എന്ന് മാത്രം പറഞ്ഞപ്പോഴേക്ക് അത് മാത്രം മതി, ഇഖ്ലാസോട് കൂടെ പറഞ്ഞാൽ. അതുകൊണ്ട് നല്ല ചിന്താഗതിയും നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ, നല്ല മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇബാദത്തുണ്ടായാൽ എൻ്റെ മുഅ്മിനീങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽപ്പെടാൻ പറ്റും. കുറേ ആളുകൾ ഇപ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല, സ്വഹാബാക്കളെ പിന്നിൽ നടക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, സ്വഹാബാക്കളെ കൂട്ടത്തിൽ ആ കണ്ടവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇതൊന്നും നമ്മൾ ജീവിച്ചവരല്ല, നമ്മൾ അവസാന കാലഘട്ടത്തിലെ ചപ്പു ചവറുകളാണ്, ഒന്നുമല്ലാത്തവരാണ്. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഒപ്പൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അല്ലേ, എത്ര ആഗ്രഹിക്കണം നമ്മൾ. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ മുമ്പിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ റസൂലുള്ളാഹിനെ കയ്യൊന്ന് പിടിച്ച് മുസാഫത്ത് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് സാധ്യമായിട്ടില്ലല്ലോ. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു, ഉബൈദൊക്കെ മനസ്സിലാക്കണം, രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ചെന്ന് നിൽക്കാൻ. ഒരു രാത്രിയിൽ പരിശുദ്ധ റസൂലുള്ളാഹി ഇങ്ങനെ നോക്കുമ്പോൾ, റസൂലുള്ളാഹി ഇങ്ങനെ അകലയിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ വെളിച്ചത്തിൽ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി വിളിച്ചു, ഉബൈദ്, ഉബൈദത്തല്ലേ? അതെ,
എന്തേ ഇവിടെ നിന്നു? ഒന്നുമല്ല, ഞാൻ ഇവിടെ നിന്നത് പരിശുദ്ധ റസൂലുള്ളാഹി രാത്രി സമയങ്ങളിൽ രാത്രിയൊക്കെ തഹജ്ജുദിനൊക്കെ എണീക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഖിദ്മത്ത് എടുത്തു തന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ മാറി നിന്നത്. ഇപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി ചോദിച്ചത്, അല്ലയോ സഹോദരാ, എല്ലാ രാത്രിയും നിങ്ങളിവിടെ നിൽക്കാറുണ്ടോ? എല്ലാ രാത്രിയും നിങ്ങളിവിടെ നിൽക്കാറുണ്ടോ? ആ സമയത്താണ് മറുപടി, പരിശുദ്ധ റസൂലേ, എല്ലാ രാത്രിയും ഞാൻ ഇവിടെ നിൽക്കാറുണ്ട്, നിങ്ങൾ എന്നെ കാണാറില്ല. എല്ലാ രാത്രിയും ഞാനിവിടെ നിങ്ങൾക്ക് വല്ല ഖിദ്മത്തും ചെയ്തു തരാൻ വല്ലാതെ ആഗ്രഹിച്ച് ഞാൻ നിൽക്കുന്നുണ്ട്. എല്ലാ രാത്രിയും സമയം ഉപയോഗപ്പെടുത്താറുണ്ട്, നിങ്ങൾ എന്നെ കാണാറില്ല. എൻ്റെ സഹോദരങ്ങളെ, ആ സമയത്താണ് നിങ്ങളെ ആഗ്രഹം എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അപ്പൊ പറഞ്ഞു പോകുന്നു, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല, നാളെ പരലോകത്ത് നിങ്ങളോടൊപ്പമുള്ള ആ സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെന്ന്. എൻ്റെ മുഅ്മിനീങ്ങളെ, പടച്ചോനെ, ആ കൂട്ടത്തിലേക്ക് പരിശുദ്ധ തിരുമേനിയുടെ ആ ഫിർദൗസിലേക്ക് ഞങ്ങളെ ചേർത്തി തരണേ അല്ലാ. ആ കൂട്ടത്തിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ.